അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ണിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്താണ്. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് 4-5 ഏലക്കായും ഒരു 1/4 സ്പൂൺ ജീരകമാണ് ചേർക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ച് ഇതുപോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ പാളയംകുളം പഴം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ പഴം ഒരു 1.5 മുറി എടുത്തിട്ടുള്ളൂ. അതുകൂടി അരച്ചതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരു 1/4 കപ്പ് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു 4-5 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യിൽ എള്ളും തേങ്ങാക്കൊത്തും കൂടി വറുത്തെടുത്ത് ചേർക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ മാവ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.